ഇന്നൊരു സ്റ്റോറി കേട്ടു. അത് മോട്ടിവേറ്റഡ് ആയോ, അത് കേട്ടിട്ട് ഡിമോട്ടിവേറ്റഡ് ആയോ എന്ന് അറിയില്ല. പക്ഷെ അതൊന്ന് ഷെയർ ചെയ്യുക. അതിൻ്റെ ഒരു ആസ്പെക്റ്റ് മനസ്സിൽ വല്ലാതെ തട്ടി. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിക്കുകയാണ്. സ്റ്റോറി നിങ്ങളൊക്കെ കേട്ടത് തന്നെയാവും. അതായത് ഒരു സ്ത്രീ, അവർ വലിയ കൃഷ്ണഭക്തിയാണ്. അവർ അമ്പലത്തിൽ പോയിട്ട് കുറേ പ്രാർത്ഥിക്കണം. അങ്ങനെ അവസാനം കൃഷ്ണനോട് പിണങ്ങിയിട്ട് പറയും, ഞാനിനി വരില്ല, കാരണം ഞാൻ ചോദിച്ച പോലെ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്തില്ല. എനിക്കൊരു കുട്ടീനെ വേണം പറഞ്ഞിട്ട് നിങ്ങൾ ഇതുവരെ അതിനുള്ള അനുഗ്രഹം എനിക്ക് തന്നില്ല. അങ്ങനെ പാവം കൃഷ്ണൻ പറഞ്ഞു, ശരി, ഓക്കെ, ആൻഡ് ഷീസ് ബ്ലെസ്ഡ്. അങ്ങനെ അവർക്കൊരു മകനൊക്കെ ഉണ്ടായി. പിന്നെ ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷമാണ് അവർ തിരിച്ച് അമ്പലത്തിൽ. ഇപ്രാവശ്യം അവർ ഒറ്റയ്ക്കാണ്, ആരുമില്ല കൂടെ. അങ്ങനെ ഇവർ ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. പായസം കൊണ്ടുവരുന്ന ആൾ വിളമ്പുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞു, അതെ, ഞാൻ അന്നേ പറഞ്ഞതല്ലേ, നിനക്കായിരുന്നില്ലേ ഷാഠ്യം കുട്ടി വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇത്രയും സ്നേഹമൊക്കെ ഉണ്ട്, എന്നെ മകനെ പോലെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പോരായിരുന്നോ? ഇപ്പം നീ ഇത്രയും വാശി പിടിച്ചിട്ടൊക്കെ ആഗ്രഹിച്ചിട്ടൊരു മകനുണ്ടായി. ആ മകൻ എന്താ ചെയ്തത്? പ്രസാദം വാങ്ങാനെന്നും പറഞ്ഞിട്ട് ഭാര്യയുടെ കൂടെ പോയിട്ട് പിന്നെ തിരിച്ചു വന്നില്ല, നിന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയി. ഈ ഒരു സങ്കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായിരുന്നില്ലേ ഞാൻ അന്ന് എത്ര പറഞ്ഞു, വേണ്ട, നമുക്ക് ചേരണ കാര്യമല്ല. പക്ഷെ നിനക്ക് ഷാഠ്യമായിരുന്നു, വാശിയായിരുന്നു. ഇത് ചെറിയൊരു സ്റ്റോറി ആണെങ്കിലും അതിനൊരു ഡീപ്പ് ഇംപ്ലിക്കേഷൻ ഉണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ ഭയങ്കരമായിട്ട് ചില കാര്യങ്ങൾ ആഗ്രഹിക്കും. ചിലപ്പോൾ ഒരു ഫ്രണ്ട് സർക്കിളാവും, ചിലപ്പോൾ ഒരു നല്ല പാർട്ട്ണറിനെ ആവും, ഒരു ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടിനെ ആവും. അങ്ങനെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമുക്കൊരു നിരാശയും ദേഷ്യവും ഇതെന്താ എനിക്ക് മാത്രം ഇല്ലാത്തതെന്നൊക്കെ തോന്നുന്ന സമയത്തില്ലേ, ഒരു പക്ഷേ നമ്മൾ അതിലും വലിയൊരു ട്രാജഡിയിൽ നിന്ന് രക്ഷപ്പെടുത്താനാവും ഈ താൽക്കാലികമായൊരു വിഷമം ദൈവം നമുക്ക് തരുന്നുണ്ടാവുക. അപ്പം അങ്ങനെ ആലോചിക്കുന്ന സമയം ഒന്നേ ഉള്ളൂ ശരിക്കും. നമുക്ക് ശാശ്വതം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ഏത് ദേവതയാണെങ്കിലും, അത് ഏത് റിലീജിയൻ ആണെങ്കിലും ശരി, നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തി, അത് മതി ശരിക്കും. നമുക്കതേ ഉണ്ടാവുള്ളൂ നമ്മുടെ കൂടെ. നമ്മളിനി എന്തൊക്കെ ആർക്കൊക്കെ വേണ്ടി ചെയ്തു എന്ന് വിചാരിച്ചാലും നമ്മളത് വിത്തൗട്ട് എക്സ്പെക്റ്റേഷൻസ് നമ്മൾ ചെയ്യില്ല. പക്ഷെ ഭഗവാനിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ ഭഗവാൻ നോക്കുമെന്ന് നമുക്കൊരു വിശ്വാസമുണ്ട്, നമ്മൾ നോക്കുകയും ചെയ്യും. അപ്പം ശരിക്കും നമ്മൾ ഒത്തിരി ഒറ്റപ്പെട്ടു, ആരും ഇല്ല, ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനെയെന്നൊക്കെ വിചാരിക്കുമ്പോൾ എപ്പോഴും ആലോചിക്കുക, നമ്മുടെ കൂടെ എന്തായാലും നമ്മൾ അത്രയും വിശ്വസിച്ചിട്ടൊരു ഭഗവാനെ നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ കൂടെ ഉണ്ടാവും. അതൊരു സുഹൃത്തായിട്ടാവാം, ഒരു പാർട്ട്ണറായിട്ടാവാം, മകനായിട്ടാവാം, മകളായിട്ടാവാം, അച്ഛനായിട്ടാവാം, അമ്മയായിട്ടാവാം. അത് മതിയാവും ചിലപ്പോൾ നമുക്ക് ഒരുപാട് പിന്നീട് വരുന്ന വിഷമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനാവും ഈ ഒരു സമയത്ത് നമ്മളെ ഒരു പക്ഷേ ഭഗവാൻ ഒറ്റപ്പെടുത്തുന്നതോ, അല്ലെങ്കിൽ നമുക്ക് പറ്റിയ ആളുകളെ നമുക്ക് തരാതിരിക്കുകയോ, അല്ലെങ്കിൽ എന്താ പറയുക, വേണ്ട രീതിയിൽ ഒരു സർക്കിൾ നമുക്ക് കിട്ടാതിരിക്കുകയും, വേണ്ട രീതിയിൽ ഒരു ടീം നമുക്ക് ബിൽഡപ്പ് ചെയ്ത് എടുക്കാൻ പറ്റാത്തതൊക്കെ ഒരു പക്ഷേ അതിന് വേണ്ടിയിട്ടാവും. അപ്പം അങ്ങനെ ആലോചിക്കുന്ന സമയം വാട്ട് എവർ ഹാപ്പൻസ് ഇസ് ഫോർ ഗുഡ്. നടക്കുന്നതൊക്കെ നല്ലതിന് വേണ്ടിയിട്ടാണ്. മതിയിൽ ഭഗവാൻ കൂട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ, മൂപ്പരെ യു ജസ്റ്റ് നീഡ് 1% ടു റിലൈ അപ്പോൺ പറയില്ല, ഒരാൾ മതി നമ്മുടെ ജീവിതത്തിൽ. അതിപ്പം ഭഗവാനായ എന്താ പ്രോബ്ലം? കാരണം മനുഷ്യന്മാരെ വിശ്വസിച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല വല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന്. സോ ഇറ്റ്സ് ഫൈൻ, റൈറ്റ്, ഇറ്റ്സ് ഓക്കെ.